ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. ഞാനിപ്പോൾ എവിടെ നിൽക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കൊച്ചടുക്കളയുടെ വെളിയിൽ ഇറങ്ങി നിൽക്കുവാണ്. ഓക്കെ, ഇന്ന് എന്തുണ്ടാക്കണം എന്നുള്ള ചിന്തയിലാണ്. ഓക്കെ, ഒന്നും ഉണ്ടാക്കാനായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണമല്ലോ, ലഞ്ചല്ലേ. അപ്പോൾ ഇന്നത്തെ ഉണ്ടാക്കൽസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ എല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷമം എന്താണ്? ഗ്യാസിൻ്റെ ഷോർട്ടേജ്. പിന്നെന്താ, വലിയ പാടാണ് ഫ്യൂവൽ എന്നുള്ള കാര്യം. പക്ഷെ ഡൊമസ്റ്റിക് പർപ്പസിനാണെങ്കിലും ഒരു കുറ്റി ഗ്യാസ് അല്ലെങ്കിൽ 2 കുറ്റി ഗ്യാസൊക്കെ ചില വീടുകളിൽ ഒരു കുറ്റി മതി. കുറച്ചൊക്കെ നമ്മൾ ഈ ഇൻഡക്ഷനും എല്ലാമായിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും മതി. പക്ഷേ ഇവിടുത്തെ ചിലവ് ഭയങ്കര കൂടുതലാണ് കേട്ടോ. ഞാൻ തന്നെ കുറേ ഇങ്ങനെ പല പല കാര്യങ്ങൾ ചെയ്തൊക്കെ ഒരുപാട് ഗ്യാസ് കളയുന്നുണ്ട്. പക്ഷെ ഞാനും വിചാരിച്ചു കുറച്ചൊന്ന് റെസ്ട്രിക്റ്റ് ചെയ്യാം. അതിൻ്റെ ഭാഗമായിട്ട് ഈ ദിവസവും അടുപ്പിൽ വെച്ചുണ്ടാക്കുന്ന കാര്യങ്ങൾ എന്താ പറയുക, നമ്മൾ കുക്കറിലും ഒക്കെ പിന്നെ 1 പോട്ട് ഡിഷ് അങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടി ലാഭിക്കും. അപ്പോൾ ഇന്ന് കംപ്ലീറ്റ് ഞാൻ ഇപ്പോൾ വിചാരിക്കുന്നു നോ ഫയർ കുക്കിംഗ് ആക്കിയാലോ എന്നായിരിക്കും. അതായത് അടുപ്പ് കത്തിക്കേ വേണ്ട, ചോറ് വയ്ക്കാൻ കത്തിക്കണം കേട്ടോ. അതും പക്ഷേ ഇനി പ്ലാനിലാണ്. നമ്മുടെ ചാക്സിൻ്റെ കുക്കറൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ ഒന്ന് തിളപ്പിച്ചിട്ട് അതിനകത്ത് ഇറക്കി വെച്ചാൽ മതി, പെട്ടെന്ന് ശരിയാകും. എന്തായാലും ഏതെങ്കിലും വിധത്തിലുള്ളൊരു അടുപ്പ് വേണം നമുക്ക് അരി വേവിക്കാനായിട്ട്, അത് മസ്റ്റാണ്. ഒന്നുകിൽ ഇൻഡക്ഷനാണ്, എന്താണെങ്കിലും ഒരെണ്ണം വേണ്ടി വരും. ഓക്കെ, അപ്പോൾ അരിയുടെ പാട്ട് വിടാം. നമുക്ക് കുക്കറിൽ ഒരു വിസിൽ, ഇപ്പോൾ പൊന്നിയരിയൊക്കെ ആണെങ്കിൽ ഒരു വിസിൽ മതി, പെട്ടെന്ന് തന്നെ ആകും. അപ്പോൾ അങ്ങനെയും ചെയ്യാമല്ലോ. സോ ദാറ്റ് ഈസ് ദ പ്ലാൻ. അപ്പോൾ കറികൾ ഉണ്ടാക്കുന്നു. നമുക്ക് അത്യാവശ്യത്തിന് തന്നെ ഒരുപാട് കറികളല്ലേ, കുറച്ച് സിമ്പിളായിട്ട്. അപ്പോൾ വീട്ടമ്മയുടെ ജോലിയും കുറച്ച് കുറയും. നമ്മൾ ഒരുപാട് നേരം അടുക്കളയിൽ ജോലി ചെയ്യേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ ഒരു അരമണിക്കൂറിൽ കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും. ഇത് ഒരു കണക്കിന് നോക്കിയാൽ നല്ലതാണ്. അപ്പോൾ ഫ്യൂവലിൻ്റെ ഒരു ക്ഷാമം വരുമ്പോൾ നമുക്ക് കറികളുടെ എണ്ണം കുറയ്ക്കാം. അതിൻ്റെ ഒരു ടൈപ്പ് ഓഫ് കറി ഡിഫറെൻ്റ് ആക്കാം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ നോ ഫയർ കുക്കിംഗ് ഒന്ന് കണ്ടോളൂ. ഞാൻ ഇത് ചെയ്യാനായിട്ട് കയറാൻ പോവുകയാണെ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഞാനെല്ലാം പറഞ്ഞുതരാം. ഓക്കെ, തുടങ്ങിയാലോ. അതൊക്കെയാണ് ഇന്ന് അടുക്കളയിൽ പുടു കൂടെ ഉണ്ട്. പുടുവിന് സ്കൂളില്ല. അപ്പോൾ പുടു പറയുന്നത് എന്താ, സ്കൂളൊന്നും വേണ്ടാൽ മതി. വാട്ട് സ്കൂൾ? നോ വാട്ട് സ്കൂൾ വേണോ? നോ, വേണ്ട വേണ്ട, സ്കൂള് വേണ്ട. പിന്നെ എന്തൊക്കെ വേണ്ട പുടുവിന്? ടീച്ചർ? നോ, വേണ്ട വേണ്ട വേണ്ട, ഒന്നും വേണ്ട. സ്കൂള് വേണ്ട, ഫ്രണ്ട്സ് വേണ്ട, ടീച്ചർ വേണ്ട, സ്കൂള് മതിയായി. എങ്ങനെ സ്കൂളിൽ പോകും? ഇപ്പൊ വേണ്ട വേണ്ട. ഇപ്പൊ നമ്മളെല്ലാം പുറത്ത് പോകണമെങ്കിൽ സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞാൽ പോകണം. അപ്പൊ കൂടും പറയും ഓക്കെ ബൈ. അപ്പൊ ഇന്നിപ്പോ ഞാൻ പറഞ്ഞില്ലേ, അതായത് അടുപ്പ് കത്തിക്കാതെ എത്രയും പെട്ടെന്ന് കുക്ക് ചെയ്ത് പുറത്തിറങ്ങാനുള്ള പ്ലാനാണെന്ന്. അയ്യോ, ഓ പ്ലീസ് താഴെ മോനെ, പ്ലീസ് കം. ഓക്കെ ഓക്കെ, അമ്മ is doing some work. കുറച്ച് ജോലി ചെയ്യട്ടെ കുഞ്ഞേ. വേണ്ട വേണ്ട, ശരി ശരി, ഓക്കെ. ഇത് നോക്കാം. എന്താ തേങ്ങ, അമ്മമ്മ തേങ്ങ എടുത്ത് വെച്ചിരിക്കുന്നു. കോക്കനട്ട് അത് തന്നെ. ഇതെന്താ? ക്യാരറ്റ്. What is that? ക്യാരറ്റ്. നല്ല സാധനങ്ങളൊന്നും വേണ്ടല്ലേ? അയ്യോ അതിപ്പാ, അയ്യോ. അങ്ങനെ കിച്ചണിൽ നിന്ന് ഞാൻ തിരിച്ചെത്തി. എന്നെ പൊക്കിക്കൊണ്ട് വന്നു. അപ്പം പണി നടന്നില്ല, അതാണ് സത്യം. എന്നെ വിളിച്ചിട്ട് ഇവിടെ വന്നിരിക്കുക, അല്ലെങ്കിൽ ഞാൻ എടുത്തോണ്ടിരിക്കണം എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട്. ഹലോ ഓടോ, ഹായ് ഹായ്. ടിക്കിളി കം ഹിയർ. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് കുക്ക് അതേ പറ്റുള്ളൂ. ഇത് കുഞ്ഞുണ്ടെങ്കിൽ ഇങ്ങനെയാണ്, ഇടയ്ക്ക് പോവും, കുറച്ച് ചെയ്യും, പിന്നെ തിരിച്ചു വരും. അങ്ങനെയാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. അപ്പം ഇനി കുറച്ച് നേരം കഴിഞ്ഞ് ഞാൻ കുക്ക് ചെയ്യാൻ പോകുന്നുള്ളൂ. ഹലോ പുടു, കം ഹിയർ. ഒരു കാര്യം ചോദിക്കട്ടെ മോനെ, ടി വി വേണ്ടേ? കുഞ്ഞിന് വേണ്ടേ ടി വി? അപ്പോൾ ഞാൻ വീണ്ടും തിരിച്ച് കിച്ചണിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പാർട്ടായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അടുപ്പ് കത്തിക്കുന്നില്ല, അടുക്കളയിൽ നിൽക്കുന്നേ ഉള്ളൂ. നമുക്ക് ഡൈനിങ് ടേബിളിൻ്റെ അവിടെ വെച്ച് വേണമെങ്കിലും ചെയ്യാവുന്ന കാര്യം തന്നെ. ഒഴിക്കാനൊരു കാര്യം ഉണ്ടാക്കുന്നു, അതൊരു പുളിക്കറി പോലെ ഉണ്ടാക്കാം. പക്ഷേ ഞാൻ പറയുന്നത് ടോട്ടലി ഫ്ലെയിംലെസ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് കുറച്ചായിട്ട് നമ്മുടെ ഗ്യാസോ അതൊക്കെ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഏറ്റവും മിനിമലിസ്റ്റിക് ആയിട്ടാണെങ്കിൽ ഒന്ന് താളിച്ചും കൂടി ഇടാം, ഒരു തള തിളപ്പിക്കാം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പിന്നെ ഞാനൊരു പച്ചടി ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ ഈ ഒരു പച്ചടി ഒരു എന്താ പറയുക, ഒരു സാമ്പിളായിട്ട് ഞാൻ ചെയ്യുന്നതേ ഉള്ളൂ. അതായത് ഏത് വെജിറ്റബിളിലും ചെയ്യാം. ക്യാരറ്റിൽ ചെയ്യാം, ബീട്രൂട്ടിൽ ചെയ്യാം, റോ ആയിട്ട് തന്നെ ചെയ്യാം. ഞാൻ ഇന്ന് വാഴപ്പിണ്ടിയിൽ ചെയ്യാൻ പോകണം. പിന്നെ അതുപോലെ വെള്ളരിക്കയിൽ ചെയ്യാം, കുമ്പളങ്ങയിൽ ചെയ്യാം. അങ്ങനെ നമുക്കൊരു ഓപ്ഷൻസ് നമുക്ക് ഒരുപാട് എടുക്കാമല്ലോ. ഉള്ളി മാത്രം വെച്ച് ചെയ്യാം, ഉള്ളിയും ടൊമാറ്റോയും കൂടെ നമ്മൾ സലാഡ് റൈത്തൊക്കെ ചെയ്യുന്ന പോലെ അങ്ങനെ ഒരു ഓപ്ഷൻ. ഒരു തൈരിൻ്റെ ഒരു കാര്യം വെക്കുക, അപ്പോൾ നമ്മുടെ ഊണ് കുറച്ചുകൂടെ കുശാലാകും. പിന്നെ ചമ്മന്തി പോലൊരു കാര്യമായിരിക്കും. ഇന്നിപ്പോൾ ഞാൻ ചമ്മന്തി അരയ്ക്കുന്നില്ല, അതിന് പകരം അച്ചാറുണ്ട്,
പിന്നെ എന്താ ഒഴിക്കാനായിട്ട് ഇച്ചിരി പുളിയൊക്കെ ഉള്ള പുളി എരിവുള്ളൊരു കറി ഉണ്ടാക്കുന്നത് കൊണ്ട് ചമ്മന്തി വേണ്ട വിചാരിച്ചു. പകരം ഒരു ഫൈബറിന് വേണ്ടിയിട്ട് പിണ്ടി, ഓക്കെ, പിണ്ടി കിച്ചടി അതിൻ്റെ ഒരു വെജിറ്റബിൾ വേണമല്ലോ. നമുക്ക് തോരനല്ലേ നമുക്ക് സാധാരണ പതിവ്, തോരൻ അവിയലൊക്കെ. അപ്പോൾ വിത്തൗട്ട് കുക്കിംഗ് തോരൻ ഉണ്ടാക്കാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ക്യാരറ്റ് ഉണ്ട്, ബീറ്റ്റൂട്ട് ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്കത് ആലോചിച്ചാൽ കിട്ടും. കുറച്ച് കാര്യം റാഡിഷ് ഒക്കെ റോ ആയിട്ടും കഴിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. അപ്പോൾ ഞാനൊരു ക്യാരറ്റ് വെച്ചിട്ടൊരു തോരനായിട്ട് മിക്സ് ചെയ്യാം. ഓക്കെ, ഇതിപ്പോൾ ക്യാരറ്റാണെങ്കിൽ നമ്മൾ അരിഞ്ഞ് കഷ്ടപ്പെടേണ്ട, ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി, അത് പെട്ടെന്നാകും. ഇതിനകത്തേക്ക് എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർക്കും. ഇതിപ്പോൾ ഒരു വലിയ പച്ചമുളകാണ്, 2ആയിട്ട് മുറിച്ചിട്ട് പിന്നെ ചോപ്പ് ചെയ്തു. പിന്നെ ഇച്ചിരി ഉപ്പ്, ഒരുപാട് കാര്യങ്ങളില്ലല്ലോ, ഇച്ചിരി ഉപ്പ് മതി. നന്നായിട്ടൊന്ന് തിരുമ്മി കൊടുക്കുക. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ട്. ആ മുളകിൻ്റെ എരിവൊന്നും ഇതിനകത്തേക്ക് പിടിക്കണം. അപ്പോൾ കുറച്ചൊരു ഈർപ്പമൊക്കെ ഇറങ്ങുമല്ലോ, അപ്പോൾ ഇതൊന്നുകൂടി ഒന്ന് സോഫ്റ്ററാകും. ഇനി ഇതിലേക്ക് ആവശ്യാനുസരണം തേങ്ങ വേറൊന്നും ചെയ്യാനില്ല, ചെറിയ തേങ്ങയാണ്, എത്ര വേണം അതനുസരിച്ചിട്ട്. ഇനി തേങ്ങയും കൂടി ചേർത്തിട്ട് ആവശ്യത്തിനുള്ള തേങ്ങ അത്ര മതി. കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. അങ്ങനെ ക്യാരറ്റ് തോരൻ ഇസ് റെഡി. ഇതിന് നമുക്ക് അടുപ്പൊന്നും കത്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇനി ഇതിൽ ബീറ്റ്റൂട്ടിലും ഇങ്ങനെ ചെയ്യാം, അതുപോലെ റാഡിഷിൽ ചെയ്യാം. നമുക്ക് ആലോചിക്കാം എന്തൊക്കെ പറ്റും എന്നുള്ളത്. വേണമെങ്കിൽ ഉള്ളിയും കൂടി ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടാലും കുഴപ്പമൊന്നുമില്ല. കുമ്പളങ്ങയൊക്കെ തോരന് പോലെ അരിഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യാം. വെജിറ്റബിൾസ് ചൗ കുമ്പളങ്ങ ഒക്കെ പോസിബിളാണ്. അല്ല, ഇനി ഇതിലൊരു ശകലം കുറച്ച് തീ നമുക്ക് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് ഇതിൽ ഒന്ന് താളിച്ച് ചൂടോടുകൂടി ഇച്ചിരി താളിച്ച എണ്ണയും കൂടി ചേർത്താൽ കടുകും വറ്റൽമുളക് കുറച്ച് ഉഴുന്ന് പരിപ്പെല്ലാം ഇട്ട് താളിച്ചിട്ട് വേറെ ഒരു ലെവലാകും. നൈസ്, അടിപൊളി. ഉപ്പൊക്കെ കറക്റ്റാണ്. ഓക്കെ, ഇതും കൂടി ടേബിളിലേക്ക് വയ്ക്കാം. അപ്പോൾ ഇനി 2 കാര്യം കൂടിയുണ്ട്. വാഴപ്പിണ്ടിയുടെ കിച്ചടിയും അതോടനെ തന്നെ ചെയ്യാം. അത് നമ്മുടെ പുളി ഒഴിച്ച് കറി പാത്രത്തിലേക്ക് മാറ്റുന്നു. ഇത് ഇരിക്കുന്നത് കുറച്ച് സോഫ്റ്റായി വരുള്ളൂ, അപ്പോൾ കുറച്ചുകൂടി നല്ല ഇങ്ങനെ വാടി കിട്ടും. ഓരോ വൈറ്റമിൻസും നഷ്ടപ്പെടാണ്ട് നമുക്ക് കഴിക്കാം. കുക്ക് ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ കുറച്ചൊക്കെ പോകുമല്ലോ, ഇതങ്ങനെയില്ല, റോ ആയിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ വാഴപ്പിണ്ടി കൊണ്ടൊരു കിച്ചടി, ഇതെല്ലാം മറ്റേ ഓയിൽ ഫ്രീ കുക്കിംഗ് ആണ്. ഇനി നമ്മൾ എടുക്കുമ്പോൾ അകത്ത് നാരുള്ളത് ഇങ്ങനെ കയ്യിൽ ചുറ്റി എടുക്കണം. നമ്മൾ എടുക്കുന്നത് കണ്ടില്ലേ, അപ്പോൾ ഇങ്ങനെ വരും. നല്ല രസമാണ്. കിളിക്കൂടൊക്കെ ഇങ്ങനെ പണ്ട് കുഞ്ഞായിരിക്കുമ്പോൾ ആൾക്കാരുണ്ടാക്കി കളിക്കും. ഞാനും കളിച്ചിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ കയ്യിലൊരു നല്ല പ്രൊട്ടക്ഷൻ കിട്ടും നമ്മുടെ ഫിംഗേഴ്സിന്. ഇതിങ്ങനെ കട്ട് ചെയ്ത് വരും. ഈ രീതിയിൽ കുറച്ച് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എനിക്ക് ആവശ്യമുള്ള അത്രയും ഞാൻ എടുത്തു. അപ്പോൾ ഇങ്ങനെ ഇത്രയും കിട്ടി എനിക്കൊരു കവറിങ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിങ്ങനെ അടുക്കണം. അടുക്കിയെടുത്തിട്ട് അരിയണം. ഓക്കെ, ഇത്രയായാലും മതി. ഒരു ഫുൾ സെറ്റ് ഇങ്ങനെ. എന്നിട്ട് ഇങ്ങനെ കൊത്തി അരിയാം, അല്ലെങ്കിൽ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കാം. ഇങ്ങനെ മുറിച്ചിട്ടാണെങ്കിൽ അങ്ങനെ. ഇതിപ്പോൾ നമ്മൾ തോരനല്ലല്ലോ, തോരനാണെങ്കിൽ ചെറുതായിട്ട്, തീരെ ചെറുതായിട്ട്. ഇതങ്ങനെ ചെറുതാക്കണ്ട, ഇങ്ങനെ മതി. ഒരു 3-4 ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അരിയും. ഇത് കിച്ചടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നോ ഫയർ കുക്കിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള കിച്ചടി. ഇത് വളരെ നല്ലതാണ്, ഫൈബർ റിച്ചാണ്. റോ ആയിട്ട് നമുക്ക് സുഖമായിട്ട് കഴിക്കാൻ പറ്റുന്ന കാര്യമാണ് വാഴപ്പിണ്ടി. അപ്പോൾ ഇനി ഫിംഗറിൽ വേറൊന്നും ഇടണ്ട, ഇത് തന്നെ നല്ല പ്രൊട്ടക്ഷനാണ് കയ്യിൽ വെച്ചരിയാനാണെങ്കിൽ. അപ്പോൾ ഇതിത്രയും നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. നമ്മൾ വെള്ളരിക്ക കിച്ചടിക്കൊക്കെ അരിയില്ലേ, അതുപോലത്തെ ഒരു സൈസിലുള്ള പീസാക്കി എടുത്താൽ മതി. ബാക്കിയിരിക്കുന്നത് ഇതുപോലെ അടുക്കിയിട്ട്
അപ്പോൾ അരിഞ്ഞതെല്ലാം ഞാൻ അങ്ങോട്ട് മാറ്റി. കാര്യം വെള്ളത്തിൽ കിടക്കുന്നതാണ് നല്ല, അല്ലെങ്കിൽ അതിൻ്റെ കളർ ചെറിയ മാറ്റം വരും. അപ്പോൾ സമയമാകുമ്പോൾ വെള്ളത്തിൽ നിന്ന് മാറ്റാം. ബാക്കിയും കൂടി അരിഞ്ഞെടുക്കട്ടെ. ഇനി കുറച്ച് തൈര് ഉടച്ചെടുക്കാം. അത് നമുക്ക് ആവശ്യാനുസരണം 1-1.5 കപ്പോ 1 കപ്പോ എത്രയാണെന്ന് വെച്ചാൽ. പച്ചമുളക് ഒരു വലുതും പിന്നെ കുറച്ച് കറിവേപ്പില അരിഞ്ഞും കൂടി ഞാൻ ചേർത്തു. കുറച്ച് ഉപ്പ് ചേർക്കാം. അപ്പോൾ ഒരു പച്ചമുളക് വലുത് ചെറുതായി അരിഞ്ഞതും, ചെറുതാണെന്ന് വെച്ചാൽ 2ആയിട്ട് മുറിച്ചിട്ട് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു. പിന്നെ കറിവേപ്പില ഇപ്പോൾ ഉപ്പ് ചേർത്തു. ഇനി നമ്മളതെടുത്ത് വെച്ചിരിക്കുന്ന വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണേ, അതിങ്ങനെ പിഴിഞ്ഞെടുക്കാം. വാഴപ്പിണ്ടീസ് ഇനി ഇതിൻ്റെ ആവശ്യമില്ല, മാറ്റാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത്, ഇതിലെന്തായാലും കുറച്ച് ഈർപ്പമുണ്ടല്ലോ വാഴപ്പിണ്ടിയിൽ, അത് കുറച്ച് വാട്ടർ ആകിക്കോളൂ അല്ലേ തന്നെ. ഇനി ഇതിനകത്തേക്ക് മല്ലിയില അരിഞ്ഞത്, ഇത് ഓപ്ഷണലാണ്, പക്ഷേ ഇതാണെങ്കിൽ ഒരു വ്യത്യാസം. ഇത് അല്പം നേരം ഇങ്ങനെ വെച്ചിരിക്കുമ്പോൾ കുറച്ചുകൂടി അതിന്ന് വെള്ളത്തിൻ്റെ അംശം ഈർപ്പം ഇറങ്ങും. അതുകൊണ്ട് ഇനി എക്സ്ട്രാ വെള്ളം വേണ്ടി വരില്ല. താളിക്കലൊന്നും വേണ്ട, നമ്മളിത് നോ ഫയറാണ്, അതുകൊണ്ട് ഇങ്ങനെ പോട്ടെ. നൈസ്. ഒരു നുള്ളു, അതായത് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ ഷുഗർ, കുറച്ച് മതി, ഒരു 1/4 മുതൽ 1/2 ടീസ്പൂൺ. ഒരു ബാലൻസിങ് ആക്ട് അത്രേ ഉള്ളൂ. പിന്നെ ഷുഗർ ഒട്ടും പാടില്ലാത്ത ആൾക്കാർ ചേർക്കരുത് കേട്ടോ. നമ്മൾ ഇച്ചിരി നേരം ഇരിക്കുമ്പോൾ തന്നെ അത് കുറച്ചുകൂടി ഒന്ന് ലൂസായി വരും. പ്രത്യേകിച്ച് വെള്ളത്തിന് ആവശ്യമില്ല. ഇത് അടിപൊളിയാണ് ഈ ഒരു നോ ഫയർ എന്താ പറയുക കിച്ചടി. പെർഫെക്റ്റ്. ഓക്കെ, അങ്ങനെ അടുത്ത കറിയും കഴിഞ്ഞു. നമുക്ക് ഒഴിക്കാനുള്ളൊരു കാര്യം ഉണ്ടാക്കാം. വറ്റൽ മുളക് സാധാരണ ചുട്ടൊക്കെ ചെയ്താൽ കൂടുതൽ നല്ല, പക്ഷേ ചുടുകയാണെങ്കിൽ നമുക്ക് തീ വേണമല്ലോ. നമ്മളിപ്പോൾ നോ ഫയറിൽ കളിക്കുന്നതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ 2-3 വറ്റൽ മുളക് ഇങ്ങനെ എരിവിന് ആവശ്യമുള്ളത് മുറിച്ചിടാം. ഞാനിപ്പോൾ ഒരു 8 പച്ചമുളക് എടുക്കുകയാണ് ടോട്ടൽ. ഇനി ഇതിലേക്ക് ഒരു 4-5 കൊച്ചുള്ളി, പിന്നെ പുളി ഒരു നോക്കിക്കോളൂ, ഒരു ചെറിയ നാരങ്ങ വലിപ്പത്തിലെടുത്തു, അതായത് ഒരു വലിയ നെല്ലിക്കയുടെ വലിപ്പത്തിൽ. ഇച്ചിരി വെള്ളം ഒഴിച്ച് വെച്ചിരുന്നു, അപ്പോൾ ആ വെള്ളത്തോടു കൂടി ഇതിലേക്ക് ഒഴിക്കാം. ഇടുന്നു എല്ലാം കൂടി ചേർത്തിട്ട്. വലിയ കഷ്ണങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റാം പുളിയുടെ. ഇനി എക്സ്ട്രാ വേണമെങ്കിൽ കുറച്ച് വെള്ളം. ഇനി ഇതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിൽ വെച്ചിട്ട് ഒന്ന് ചതച്ചിട്ട് വരാം. ഇത് ഇച്ചിരി എരിവ് കൂട്ടി ഞാൻ ചെയ്തു എന്നേ ഉള്ളൂ. ഇത്രയും എരിവ് നോക്കിയിട്ട് ചെയ്താൽ മതി. ആവശ്യത്തിനുള്ള വെള്ളം, ഇച്ചിരി ഉപ്പും കൂടി ചേർക്കാം. കുറച്ച് വെള്ളം കൂടി ആകും. കുറച്ച് ലൂസായിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്, ഒഴിച്ചു കറിയായിട്ടല്ല ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ അത്യാവശ്യം നല്ല എരിവുണ്ട്. അത്രയും ഒരു 4-5 വറ്റൽമുളക് മതിയാവും, നല്ല എരിവുള്ളതാണെങ്കിൽ. കുറച്ചുകൂടി കുറച്ച് വെള്ളം കൂടി നമ്മൾ രസമൊക്കെ ഉണ്ടാക്കുന്ന പോലെ എന്ന് വിചാരിച്ചാൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില. എനിക്ക് മല്ലിയില പൊതുവേ ഇഷ്ടമാണ് എല്ലാത്തിലും, പക്ഷേ ഇട്ടാൽ നല്ലതായിരിക്കും. ഉപ്പ് നോക്കട്ടെ. ഇച്ചിരൂടെ ഉപ്പും ഇച്ചിരൂടെ വെള്ളമായാലും കുഴപ്പമില്ല. അത് ആവശ്യത്തിന് പുളിയും എരിവും ഉണ്ട്. അപ്പം അതനുസരിച്ചിട്ട് നമ്മളിങ്ങനെ കൂട്ടിയാൽ മതി. സം മോർ വാട്ടർ. നല്ലൊരു പുളിക്കറി ഇസ് റെഡി. ഇത് മതിയല്ലോ ഒഴിച്ച് കഴിക്കാനൊരു കറിയായി. കറക്റ്റ്, ഇപ്പം എല്ലാം പെർഫെക്റ്റ്. നമ്മുടെ പുളിക്കറി, പുളി രസം പോലെ എന്ന് വിചാരിക്കാം. ഇതൊക്കെ ധാരാളം. അങ്ങനെ ക്യാരറ്റ് തോരൻ, ഒരു പുളിങ്കറി, പിന്നെന്താ ചോറ്, എന്നിട്ട് വാഴപ്പിണ്ടി കിച്ചടി. ഇനി ഒരു കാര്യം കൂടി ഞാൻ കാണിച്ചു തരാം. ഇത് എനിക്ക് കിട്ടിയ കാര്യമാണ്. ഇത് വേപ്പിലക്കട്ടിയാണ് കേട്ടോ.
നമ്മുടെ പഴയടം മോഹനൻ നമ്പൂതിരി അദ്ദേഹത്തിൻ്റെ മകനെ ഞാൻ ഈ ഇടയ്ക്ക് ഒരു സ്ഥലത്ത് വെച്ച് കണ്ടിരുന്നു യദുവിനെ. അപ്പം കുറച്ച് സാധനങ്ങൾ എനിക്ക് വേണ്ടി കൊണ്ടുവന്നിരുന്നു. ആ കൂട്ടത്തിൽ വേപ്പില കട്ടി ഉണ്ടായിരുന്നു. ഭയങ്കര ടേസ്റ്റുള്ള കാര്യമാണ് കേട്ടോ. കുപ്പിയിലിട്ട് വെക്കണം. ഞാനിപ്പോൾ തൽക്കാലം ഒരു ബൗളിലായിട്ട് വേപ്പില കട്ടിയെ പൊടിച്ചിട്ടു. അതിങ്ങനെ ഉരുട്ടിയാണ് വരുന്നത്, പക്ഷേ അത് നമ്മളിങ്ങനെ പൊടിച്ചിട്ടാണ്. എത്ര സമയം ഞാൻ അടുക്കളയിൽ ചിലവാക്കി? കഷ്ടിച്ചൊരു 20 മിനിറ്റ്സ് എന്ന് തന്നെ പറയാം. റൈസിൻ്റെ കാര്യത്തിൽ മാത്രം തീ കത്തിച്ചു. കാരണം പക്ഷെ ഞാൻ പ്ലാൻ മാറ്റി. അതായത് എൻ്റെ കയ്യിൽ ഈ ഇൻഡക്ഷൻ എന്താ പറയുക, ഇപ്പോൾ ചാക്സിൻ്റെ ഇൻഡക്ഷൻ കുക്കർ എന്നൊക്കെ പറയുന്നത് പണ്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ഇങ്ങനെ ഒരു ചുമന്ന മൂടിയൊക്കെ ആയിട്ട് നമ്മൾ തിളപ്പിച്ചിട്ട് അതിനകത്ത് ചമ്പാവരി ആണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. തിളപ്പിച്ചിട്ട് മൂടി വെച്ചാൽ തലേ ദിവസം രാത്രി ചെയ്ത് വെച്ചാൽ രാവിലെ ആകുമ്പോൾ വാർത്താൽ മാത്രം മതി. അതൊരു രീതി. പക്ഷെ അത് എൻ്റെ കയ്യിലില്ല. അത് കാരണം കുക്കറിൽ വൈറ്റ് റൈസ് വെച്ചു. ഇത് പൊന്നിയരി റൈസാണ്. ഒരു ഒറ്റ വിസിൽ, അതായത് ഒറ്റ വിസിലും സെക്കൻഡ് വിസിൽ എത്താറാകുന്നവരെ, എന്നിട്ട് തീ ഓഫ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ആവി പോയിട്ട് എടുത്തു വറ്റിച്ചെടുക്കുകയായിരുന്നു. അപ്പോൾ ഒരു 2 കപ്പ് റൈസിന് 2 കപ്പ് എന്നുള്ളതിന് ഡബിളാണ്. 4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് വറ്റിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നല്ല ചോറ് കിട്ടും. അതിന് എത്ര സമയം വേണം? ഒരു വിസിൽ 1.5 വിസിലിനുള്ള സമയം മാത്രമേ ആവശ്യമുള്ളൂ. ബാക്കിയെല്ലാം നോ ഫ്ലെയിമാണ്. അപ്പം നമ്മുടെ കയ്യിൽ ഗ്യാസ് ഇല്ലെങ്കിലും നമുക്ക് എങ്ങനെയെങ്കിലും കഴിക്കാമല്ലോ. പക്ഷേ ചോറുണ്ടാക്കാൻ ഗ്യാസ് അല്ലെങ്കിൽ സ്റ്റൗവോ എന്തെങ്കിലും വേണം. ഇൻഡക്ഷൻ അടുപ്പുണ്ടല്ലോ, അതാകാം. അല്ലെങ്കിൽ നമ്മൾ വിറകടുപ്പോ ചൂട്ടും കൊതുമ്പോ വെച്ചോ പുറത്ത് മുറ്റത്തിട്ടോ ഒക്കെ ചെയ്യണം. അല്ലെങ്കിൽ ഇൻഡക്ഷനോ ഏതെങ്കിലും ഒരു ചെറിയൊരു കാര്യം, ഒരു ഇലക്ട്രിക് എന്തെങ്കിലും കാണുമല്ലോ. ഇലക്ട്രിസിറ്റിയുടെ പൈസ ഒരുപാടാകുന്നതായിരിക്കും നമ്മളത് ഉപയോഗിക്കാൻ മതി. പക്ഷേ ഇങ്ങനെ കുക്കറിലൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്രയും മിനിമലായിട്ടുള്ള കൺസംഷനേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇത്രയൊക്കെ പോരെ നമുക്ക് കഴിക്കാൻ. അതിൻ്റെ കൂടെ എനിക്ക് വേപ്പില കട്ടിയും കിട്ടി. അല്ലെങ്കിൽ അച്ചാറുണ്ട്, പിന്നെ എക്സ്ട്രാ വേണമെങ്കിൽ തൈര്, എക്സ്ട്രാ തൈര്. ഇപ്പോൾ തൈരിൻ്റെ ആവശ്യമില്ല. അപ്പോൾ കുറച്ച് ചോറ് എടുക്കട്ടെ. വൈറ്റ് റൈസ്, ഇത് അനുകുട്ടിയുടെ ഫേവറേറ്റ് ഈ റൈസാണ്. ഞാൻ ചമ്പാവരിയുടെ ആളാണ്, എങ്കിലും ആവശ്യം വരുമ്പോൾ നമ്മൾ കഴിക്കാമല്ലോ. ഇനി ഇതിനകത്തേക്ക് അപ്പോൾ എല്ലാം ന്യൂട്രിറ്റീവായിട്ടുള്ള ഭക്ഷണം തന്നെയാണ് നമ്മൾ കഴിക്കുന്നത്. തോരൻ, വാഴപ്പിണ്ടി, കിച്ചടി, ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട്. അത് നമുക്ക് നല്ലതാണ്. വേപ്പില കട്ടിയുടെ അല്പം വയ്ക്കട്ടെ. ഇത്രയൊക്കെ മതിയാകും. പുളിക്കറി, ഇത് അത്യാവശ്യം എരിവിലാണ് ഞാൻ ചെയ്തത് കേട്ടോ. കാര്യം അത്ര എരിവിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചെയ്താൽ മതി. ഒരു 4 വറ്റൽമുളകൊക്കെ മതിയാകും, നല്ല എരിവാണെങ്കിൽ. യെസ്, ഇനി കഴിക്കാം. ഇത് നോക്കിയേ, വാഴപ്പിണ്ടി പച്ചടിയും ചോറും മാത്രം കഴിച്ചാലും എങ്ങനെയുണ്ടാവും? ടേസ്റ്റി. വേപ്പില കട്ടിയോ ഗംഭീരം. അത് തൈരിൻ്റെ കൂടെ കഴിക്കാൻ ഭയങ്കര നല്ലതാണ് കേട്ടോ. ഒരു സൈഡിൽ നമ്മുടെ പുളിക്കറി മാത്രം മതി ചോറുണ്ട് ശരിക്കും പറഞ്ഞു. അതിൽ പുളിയും എരിവും എല്ലാം കറക്റ്റ്. എരിവ് ഇച്ചിരി കൂടുതല, അതിൽ ചോറിലേക്ക് ഒഴിക്കുമ്പോൾ കുറച്ച് ബാലൻസ്ഡ് ആവും. അതിനോടൊപ്പം ക്യാരറ്റ് തോരൻ, വെരി നൈസ്. അപ്പോൾ നമ്മൾ ഫ്യൂവൽ കൺസംഷൻ കുറയ്ക്കാനായിട്ട് മാക്സിമം, ഇതിപ്പം നമുക്ക് ഷോർട്ടേജ് വന്നതുകൊണ്ട്, ഇനി ഈവൻ ഷോർട്ടേജ് വരാത്തൊരു സമയത്താണെങ്കിലും എനർജി കളയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഫ്യൂവൽ കുറയ്ക്കാം, വീട്ടമ്മയുടെ ജോലിഭാരം കുറയ്ക്കാം. അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ കുറച്ച് നോ ഫ്ലെയിം കുക്കിങ്ങിലേക്ക് മാറുന്നത്, മിനിമമായിട്ട് താളിക്കൽ, ചെറുതായിട്ടൊന്ന് വഴറ്റൽ, ഒന്ന് ആവി കയറ്റൽ, സ്റ്റീമിങ് കൂടുതൽ ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്കുണ്ടാകാം. പിന്നെ കൂടുതൽ നമ്മൾ വറുക്കുന്നതിനും വറുത്ത് പൊരിച്ച് വറട്ടിയൊക്കെ എടുക്കുമ്പോഴാണ് ഒരുപാട് ഫ്യൂവൽ അല്ലെങ്കിൽ തീ ഒരുപാട് നമുക്ക് ആവശ്യം വരിക. ഗംഭീര ഗുണം. എന്തിനാ കൂടുതൽ കറി എന്ന് തോന്നിപ്പോകുന്ന അവസ്ഥ. കടക്കറി കിച്ചടിയും ഗംഭീരം, ഒന്നും പറയല്ല. നിന്ന് വേപ്പില കട്ടി കൂട്ടി കഴിക്കണു. അപ്പോൾ താങ്ക് യു യദു.
പഴയടത്തിൻ്റെ മകനാണ് എനിക്കിത് കൊണ്ട് തന്നത്. പഴയടം അദ്ദേഹത്തിൻ്റെ മൂന്നൻ നമ്പൂരി അദ്ദേഹത്തിൻ്റെ. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിന് ഒരു ബിഗ് താങ്ക്സ്. അപ്പോൾ അവരുടെ പ്രൊഡക്ഷനാട്ടോ. അതിൻ്റെ കൂടെ കുറച്ച് അച്ചാർ, എനിക്ക് കുറേ കാര്യങ്ങൾ പൊടികളെല്ലാം തന്നായിരുന്നു. അവർക്കെല്ലാം ഫുഡ് പ്രോഡക്ട്സ് ഉണ്ട് കേട്ടോ. ഞാൻ അറിഞ്ഞില്ലായിരുന്നു, ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. തൈര് സാധനത്തിനൊക്കെ നല്ല കോമ്പിനേഷനാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്കിപ്പോൾ ഇതില്ലെങ്കിൽ പോലും വീട്ടിൽ അച്ചാറുണ്ടാവുമല്ലോ, അപ്പോൾ അതും നമുക്കൊരു എക്സ്ട്രാ കറിയായിട്ട് ഉപയോഗിക്കാം. അങ്ങനെ നല്ല ശുദ്ധമായ വെജിറ്റേറിയൻ, നല്ല ഹെൽത്തി ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കൂ, എന്നിട്ട് ഫീഡ്ബാക്ക് തരാൻ മറക്കണ്ട കേട്ടോ. ഇതൊക്കെ അങ്ങനെ കഴിക്കാൻ പറ്റിയ കാര്യങ്ങളാണ്. ഇതുപോലെ പല പല ഓപ്ഷൻസ്, പല ഐഡിയാസ് നമ്മളൊന്നും ആലോചിച്ചാൽ മതി. പല ടൈപ്പ് ഓഫ് ഒഴിച്ചെറി ഉണ്ടാക്കാം. ഫ്രൂട്ട്സൊക്കെ ബേസ് ചെയ്തിട്ട്, ഇപ്പോൾ മാമ്പഴം, പൈനാപ്പിൾ, അതൊക്കെ വെച്ചിട്ട് പച്ചടി, കിച്ചടി, ഒഴിച്ചു കറി ഒക്കെ ഉണ്ടാക്കാം. പിന്നെ ഇടയ്ക്കൊരു ചമ്മന്തി അരയ്ക്കാം. അതിനൊന്നും അടുപ്പ് വേണ്ടല്ലോ. പുതിനയാകാം, നെല്ലിക്ക ചമ്മന്തിയാകാം, പച്ചമാങ്ങ ചമ്മന്തിയാകാം. അങ്ങനെ എത്ര ഓപ്ഷൻസ് ഉണ്ട്. തേങ്ങ ഇല്ലാണ്ടും ചെയ്യാം, വിത്ത് തേങ്ങയും ചെയ്യാം. ഓക്കെ ഓക്കെ, അപ്പോൾ ഞാനിത് കഴിച്ച് തീർക്കട്ടെ.